ഇങ്ങനൊരു വചനം കിട്ടിയതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതൊരു ഒരു അനന്തര ഫലമായിട്ടാണ്. അതുകൊണ്ട് ഞാൻ ഈ പറയുന്ന സത്യങ്ങളിലെ നിങ്ങൾക്കുള്ള ആലോചന നിങ്ങൾ ഏറ്റെടുക്കാൻ പരിശുദ്ധാത്മാവിനോട് ചോദിക്കണം. എന്താ കർത്താവ് ഇതിലൂടെ എന്നോട് അങ്ങ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്? എനിക്ക് കിട്ടിയ വാക്ക് ദൈവം മനുഷ്യനെ ഓർക്കുന്നതിനെ കുറിച്ചാണ്. 136 സങ്കീർത്തനത്തിന്റെ 24 വാക്യത്തിലല്ലേ നമ്മുടെ താഴ്ചയിൽ, 23 വാക്യമാണെന്ന് തോന്നുന്നു, നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവനെ അവന്റെ ദയ എന്നേക്കുമുള്ളത്. മനുഷ്യനെ ഓർക്കുന്നവനാണ് ദൈവം എന്ന ഒരു വാക്ക് ബൈബിളിൽ ആവർത്തിച്ച് വരുന്നൊരു വാക്കാണ്. ഒഫീഷ്യലായിട്ട് ആദ്യം രേഖപ്പെടുത്തിയിരിക്കുന്നത് ദൈവം നോഹയെ ഓർത്തു എന്നുള്ളൊരു കാര്യത്തിൽ തുടങ്ങിയാണ്. അതെന്താണ്, അതിന്റെ പശ്ചാത്തലം എന്താണ്? ദൈവം നോഹയെ ഓർത്തു എന്ന വാക്കിലാണ് ഒഫീഷ്യലായിട്ട് അങ്ങനെ ഒരു വാക്ക് ശരിക്കും ബൈബിളിൽ ആരംഭിക്കുന്നത്. അപ്പൊ ഞാനിങ്ങനെ സരസമായി ചിന്തിച്ചു, ദൈവത്തിനും ഉണ്ടോ അൽസമേഴ്സ് എന്ന്? ദൈവത്തിനും മറവി രോഗം ഉണ്ടോ? ഈ ഇടയായിട്ട് എൻ്റെ ഭാര്യയാണെങ്കിൽ തമാശയ്ക്ക് എന്നോട് പറയാറുണ്ട്, എനിക്ക് മറവി തുടങ്ങിയിട്ടുണ്ടെന്ന്. വിച്ച് ഇസ് ആക്ച്വലി ട്രൂ. ഐ റിയലൈസ്. കാരണം ചില സമയങ്ങളിൽ ചിലരുടെ പേര് ഓർത്തെടുക്കാൻ, പ്രത്യേകിച്ച് കോവിഡ് വാക്സിനേഷന് ശേഷം എനിക്ക് ഭയങ്കര പ്രയാസമായി തോന്നിയിട്ടുണ്ട്. ഞാൻ ആലോചിക്കുമായിരുന്നു, ഒരു 1.5 മണിക്കൂർ പറയാനുള്ള കഥ ഒരു പുസ്തകത്തിൻ്റെ ബാക്കപ്പ് പോലും ഇല്ലാതെ ഓർത്ത് ഞാൻ പറയുമെന്ന് ഒരു സമയത്ത്. അപ്പോൾ ഒരു 150-200 പേജ് ഒരു കഥയുണ്ടാവും. 200 പേജൊക്കെ ഉള്ളൊരു കഥ എനിക്ക് ഒരു പുസ്തകം പോലെ എടുക്കാൻ ഞാൻ കൂട്ടാക്കാറില്ല. അത്രമാത്രം ഓർത്ത് പറയാൻ എനിക്ക് കഴിയുമായിരുന്നു. എൻ്റെ സ്കൂളിംഗ് ഇയേഴ്സിൽ ഞാൻ ഒത്തിരി കഥ പറയുമായിരുന്നു. പക്ഷെ ഇന്ന് അത്രത്തോളമുള്ള ചില പേരുകൾ ഓർക്കാൻ ഞാൻ സ്ട്രഗിൾ ചെയ്യുന്നത് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആയി, പ്രത്യേകിച്ച് കോവിഡിന് ശേഷം ഞാൻ അത് മനസ്സിലാക്കുന്നു. സംടൈം വളരെ ഫെമിലിയറായ ആളുകൾ, ബട്ട് ഇമ്മീഡിയറ്റ്ലി വി ഫൊർഗെറ്റ് ദെയർ നെയിംസ് ആൻഡ് വി നോ ദെം. അവരെ അറിയാം, പക്ഷെ ആളുടെ പേര് ഓർത്തെടുക്കാൻ പ്രയാസമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ നോട്ടീസ് ചെയ്തത് കോവിഡ് വാക്സിനേഷന് ശേഷമാണ്. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. നമുക്ക് എത്ര പേർക്ക് മറവിയുണ്ട്? നമ്മൾ എത്ര കൊടകളും, കൊച്ചു പ്രായത്തിൽ എത്ര കൊടകളും എത്ര വിലപിടിപ്പുള്ള സാധനങ്ങളും എവിടെയൊക്കെയോ മറന്നു വെച്ചിട്ടുണ്ട്. നല്ല ഫോണുകളൊക്കെ ഇന്നും നമ്മൾ മറന്നു വെക്കാറുണ്ട്. നമ്മളൊന്ന് മാറ്റി വെച്ചാൽ നമ്മൾ പിന്നെ അത് മറന്നു പോകും. അമ്മമാര് അല്ലെങ്കിൽ സഹോദരിമാര്, നിങ്ങൾ എത്ര പേര് നിങ്ങളുടെ കറികള് കരിച്ചു കളഞ്ഞിട്ടുണ്ട്? ചോറും കറികളും. അത് ഓർക്കുമ്പോൾ ചിലരെങ്കിലും ചിരിക്കും. കാരണം നമ്മൾ വെച്ചത് നമ്മൾ മറന്നു പോകും. ഞാൻ ഇതെല്ലാം പറഞ്ഞ എന്തിനാണെന്നറിയാമോ? ദൈവം ഓർക്കുന്നു എന്നുള്ള ഒരു കാര്യം ബൈബിൾ രേഖപ്പെടുത്തുമ്പോൾ ദൈവം മറക്കുന്നു എന്ന അർത്ഥമില്ല എന്ന് പറയാനാണ്. കാരണം ഗോഡ് ഈസ് ഒംനിഷ്യന്റ്. പക്ഷെ എവിടെയൊക്കെ നിങ്ങൾ ഇനി മുതൽ ശ്രദ്ധിച്ചോ, ദൈവം ഓർക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? അതിൻ്റെ അർത്ഥം ദൈവം അതുവരെ അപ്പാരൻ്റായി ദൈവം സൈലന്റ് ആയിരുന്നു. അതിനുശേഷം ഓർക്കുന്നു എന്ന് പറയുന്ന സമയം മുതൽ ദൈവം എന്തെങ്കിലുമൊക്കെ പ്രവർത്തിച്ച് തുടങ്ങുകയാണ്. ഗോഡ് ഈസ് മൂവിങ് ഇൻ ടു ആക്ഷൻ എന്നാണ് ആ പദത്തിൻ്റെ അർത്ഥം. അല്ലാതെ ദൈവത്തിന് നമ്മെ പോലും മറവിയില്ല. ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയില്ല എന്ന് പറയുന്നതിലൂടെ പോലും ഹി ഈസ് ഓൾവേസ് അലേർട്ട്. ദൈവത്തിനും മറമില്ല. ഈവൻ ഓർമ്മയുടെ പുസ്തകം, സ്മരണയുടെ പുസ്തകം എന്ന മലാഖിയുടെ പുസ്തകത്തിൽ പറയുന്നു. ഇതെല്ലാം നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ നമുക്ക് ഉറപ്പു തരാൻ വേണ്ടി ദൈവത്തിൻ്റെ പ്രവൃത്തികൾ അസ്തമിച്ചിട്ടില്ല എന്ന കാര്യത്തെ ഉറപ്പിക്കാൻ വേണ്ടി പറയുന്ന വസ്തുതകളാണ്. പക്ഷെ റെക്കോർഡുകളുണ്ട് ദൈവത്തിന്. ജീവന്റെ പുസ്തകം എന്ന മഹത്തായ പുസ്തകത്തെ കുറിച്ച് പറയുന്നു. ഇറ്റ് ഈസ് എ റെക്കോർഡ്, ഇറ്റ്സ് എ രജിസ്റ്റർ.
ജീവന്റെ പുസ്തകം. അതിൽ പേരെഴുതിയിട്ടുള്ളവർ സന്തോഷിക്കാൻ വചനം പറയുന്നു, ജീവന്റെ പുസ്തകത്തിൽ. എന്നാൽ ദൈവം ഓർക്കുന്നത് ദൈവത്തിന്റെ പ്രവൃത്തിയുടെ ഭാഗമാണ്. മലാഖിയുടെ പുസ്തകം 3-ാം അധ്യായം 16-ാമത്തെ വാക്യം നമുക്ക് ആരംഭത്തിൽ വായിക്കാം. മലാഖിയുടെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം ശ്രദ്ധിച്ച് നമുക്ക് ആ ഭാഗം ഒന്ന് വായിക്കാം. യഹോവ ഭക്തന്മാർ അന്ന് തമ്മിൽ തമ്മിൽ സംസാരിച്ചു. യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു. യഹോവ ഭക്തന്മാർക്കും അവന്റെ നാമത്തെ സ്മരിക്കുന്നവർക്കും വേണ്ടി അവന്റെ സന്നിധിയിൽ ഒരു സ്മരണ പുസ്തകം എഴുതി വച്ചിരിക്കുന്നു. ഞാൻ ഉണ്ടാക്കുവാനുള്ള ദിവസത്തിൽ അവർ എനിക്ക് ഒരു നിക്ഷേപമായിരിക്കുമെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. ഒരു മനുഷ്യൻ തനിക്ക് ശുശ്രൂഷ ചെയ്യുന്ന മകനെ ആദരിക്കുന്നത് പോലെ ഞാൻ അവരെ ആദരിക്കും. അപ്പോൾ നിങ്ങൾ നീതിമാനും ദുഷ്ടനും തമ്മിലും ദൈവത്തെ സേവിക്കുന്നവനും സേവിക്കാത്തവനും തമ്മിലുള്ള വ്യത്യാസം വീണ്ടും കാണും. ഈ കാലങ്ങളിൽ ആ കാലത്തെ വിശ്വാസികൾ എങ്ങനെ ഉള്ള ഒരുപാട് തണുത്ത അനുഭവത്തിൽ കർത്താവിനെ തീവ്രതയോടെ സേവിക്കുന്നവർ പോലും അയ്യോ ഞാൻ വെറുതെ ആയോ, ഒരു വിശ്വാസിയായി തീർന്നത് വെറുതെ ആയോ, കുറ്റമില്ലായ്മയിൽ എൻ്റെ കൈകൾ കഴുകിയത് വ്യർത്ഥമായി പോയോ, ദൈവത്തെ ആത്മീയ കാര്യങ്ങളിൽ ശുഷ്കാന്തി കാണിച്ച് ഞാൻ ജീവിച്ചത് വ്യർത്ഥമായോ, എന്തൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാനുള്ള പ്രലോഭനങ്ങൾ ഏതെങ്കിലുമൊക്കെ അവസ്ഥകളിൽ നമുക്ക് ഉണ്ടാവാറില്ലേ? ഇതുപോലെ തണുത്ത അവസ്ഥയിൽ ജീവിച്ച ഒരു കാലഘട്ടമായിരുന്നു അത്. മലാഖിയുടെ പുസ്തകം പഴയ നിയമത്തിലെ അവസാനത്തെ പുസ്തകമാണ്. ദൈവത്തിന്റെ പ്രവൃത്തികൾ അവസാനിച്ചോ? കർത്താവിനെ സേവിക്കുന്നത് വ്യർത്ഥമായോ? ആരാധനയ്ക്കും ആത്മീയ കാര്യങ്ങളിൽ ഞാൻ കാണിക്കുന്ന ശുഷ്കാന്തി അയ്യോ അത് പാഴായിപ്പോയോ? ഇതിനൊക്കെ എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഇസ് ഇറ്റ് വർത്ത് എന്ന ചോദ്യം ചോദിക്കാനുള്ള പ്രലോഭനങ്ങൾ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഞാൻ കർത്താവിനെ സേവിച്ചത് വ്യർത്ഥമായോ? അപ്പൊ അതിന്റെ ഉത്തരമായിട്ടും കൂടെയാണ് ഈ സ്മരണയുടെ പുസ്തകത്തെക്കുറിച്ചും ദൈവത്തെ സേവിക്കുന്നവരും സേവിക്കാത്തവരും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ചും ഒക്കെ ചൂണ്ടിക്കാണിക്കുന്നത്. പക്ഷെ ഇതിന്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് ഒരു അപ്പാരന്റ് സൈലൻസ് ആണ്. മലാഖിയുടെ പുസ്തകത്തിന് ശേഷം എത്ര വർഷം ദൈവം സൈലന്റ് ആയിരുന്നു അറിയാമോ? 400 കൊല്ലം, 400 long years there was absolute silence. അപ്പൊ ഈ സൈലൻസിന്റെ നടുവിൽ ദൈവം ഇനി പ്രവർത്തിക്കില്ല, ദൈവം മറന്നുപോയി എന്നത് ആരുടെ തോന്നലാണ്? ഇത് നമ്മുടെ തോന്നലാ. ഇറ്റ്സ് അവർ ഫീലിംഗ്. ആ ഫീലിംഗ് നമ്മുടെ ജീവിത പശ്ചാത്തലവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലുമൊക്കെ അവസരത്തിൽ ദൈവം എന്നെ മറന്നോ എന്ന് നമ്മൾ ചോദിച്ചു. ഇങ്ങനെ ചോദിക്കുന്ന സങ്കീർത്തനത്തിലെ വാക്യങ്ങൾ നമുക്ക് ഓർമ്മയുണ്ട്. നീ എന്നെ മറന്നിരിക്കുന്നതെന്ന്. ഈ പശ്ചാത്തലത്തിൽ ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് തൻ്റെ പ്രവൃത്തി അയക്കുന്ന ആ ഗോഡ്സ് ടൈമിംഗ് 400 കൊല്ലത്തെ നിശബ്ദതയ്ക്ക് ശേഷമായിട്ട് കാലസമ്പൂർണതയിൽ തക്ക സമയത്ത് സ്ത്രീയുടെ സന്തതിയായി തന്നെ യേശു ഭൂമിയിൽ ജനിച്ചു എന്ന് വചനം പറയുന്നു. അപ്പൊ ഒരു അപ്പാരന്റ് സൈലൻസിന് ശേഷം മനുഷ്യ ചരിത്രത്തിലേക്ക് കർത്താവ് കീറി മുറിച്ച് ഇറങ്ങിയത് ഒരു പെർഫെക്റ്റ് ടൈം ടേബിളിലാണ്, ഒരു പെർഫെക്റ്റ് ടൈമിങ്ങിലാണ്. ആ ദൈവത്തിന്റെ സമയം നമുക്ക് അറിയില്ല. നമുക്കൊരു ഘടികാരമുണ്ട്. We have a clock. So God works according to a heavenly clock. അതാണ് അതിന്റെ അർത്ഥം. There is a heavenly clock that is clocking. അതിന്റെ അടിസ്ഥാനത്തിലാണ് ദൈവം പ്രവർത്തിക്കുന്നത്. പക്ഷെ നമ്മുടെ ജീവിതത്തിന്റെ ഇരുണ്ട നിമിഷങ്ങളിൽ, അനിശ്ചിതത്വങ്ങളുടെ നടുവിൽ നമ്മൾ ചോദിക്കും, ദൈവമേ നീ എന്നെ മറന്നുപോയോ എന്ന്. വിശ്വസ്തരായവര് പോലും അറിഞ്ഞോ അറിയാതെയും ചോദിക്കും. എന്നിട്ട് അവർ പരസ്പരം സംസാരിച്ചു. സംശയത്തിന്റെ, അവിശ്വാസത്തിന്റെ കാറ്റുകള് നമ്മുടെ ജീവിതത്തിൽ ആഞ്ഞടിക്കുമ്പോൾ നമ്മൾ ദൈവത്തോട് സംസാരിക്കാതെ തന്നെ അവർ അന്യോന്യം സംസാരിച്ചു എന്നാണ് അവിടെ പറയുന്നത്. ഈ വാക്യം നമ്മൾ പലപ്പോഴും കോട്ട് ചെയ്യുന്ന ഒരു വാക്കാണ്. യഹോവ ഭക്തന്മാർ സംസാരിച്ചു. പക്ഷെ അവർ സംസാരിച്ച കാര്യം എന്താ? അത് നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് പറഞ്ഞു നോക്കണം. അവർ പറഞ്ഞ കാര്യം വലിയ
നല്ല കാര്യങ്ങളൊന്നുമല്ല. ഈ എമ്മവസിലേക്ക് പോയ ഈ ശിഷ്യന്മാരും പരസ്പരം സംസാരിച്ച് ഈ വലിയ കാര്യങ്ങളൊക്കെ നടന്ന ഈ ഭാഗം നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. അവർ പറഞ്ഞ കാര്യം കൂടെ കർത്താവ് ചേർന്ന് കിടന്നപ്പോൾ അവർ അറിഞ്ഞില്ല കർത്താവാണെന്ന്. എന്നിട്ട് അറിയാത്ത പോലെ കർത്താവ് നിന്ന് കൊടുത്ത് അവർ സംസാരിച്ചത് ഈ കാര്യമൊന്നും അറിഞ്ഞില്ല, ഇവിടെ നടക്കുന്ന സംഭവ പരമ്പരകളെ കുറിച്ച് നിനക്കറിവില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് അവർ അന്യോന്യം പറയുകയാണ്. ഈ ദൈവം പ്രവർത്തിക്കുന്നില്ല എന്ന് തോന്നി, ദൈവത്തിന്റെ പ്രവൃത്തികൾ അസ്തമിച്ചു എന്ന് തോന്നുമ്പം ഈ ഭക്തന്മാര് ദൈവത്തോട് സംസാരിച്ചില്ലെങ്കിലും ആ കാര്യത്തെക്കുറിച്ച് വിശ്വാസികൾ പരസ്പരമെങ്കിലും സംസാരിക്കണമെന്ന് ആരോ പറഞ്ഞിട്ടുണ്ട്. Do we talk to one another about this amazing act of God? ദൈവത്തിന്റെ പ്രവൃത്തികളെ കുറിച്ചാണെങ്കിലും നമ്മൾ അന്യോന്യം സംസാരിക്കണമെന്ന് വചനം പറയുന്നു. അപ്പൊ ദൈവത്തിന് ഒരിക്കലും മറവിയില്ല. നാം ചെയ്തത് ദൈവം മറക്കത്തുമില്ല. ആ ഉറപ്പാണ് ഇവിടെ നൽകുന്നത്. ദൈവം നമ്മൾ ചെയ്തത് മറക്കത്തില്ല എന്നുള്ളൊരു കാര്യമാണ്. ദൈവം എന്തൊക്കെയാണ് ഓർക്കുന്നത് എന്നത് തിരുവെഴുത്തിൽ ചില സൂചനകൾ നൽകിയിട്ടുണ്ട്. ഒന്നാമത്, ദൈവം ഓർക്കുന്നത് നമ്മുടെ പ്രവൃത്തിയാണ്. നമ്മുടെ പ്രവൃത്തിയെ ദൈവം ഓർക്കുന്നു. എബ്രായ ലേഖനം 6-ാം അധ്യായം 10-ാമത്തെ വാക്യം ശ്രദ്ധിച്ചേ. ദൈവം ഓർക്കുന്നത് നമ്പർ 1, നമ്മുടെ പ്രവൃത്തിയെ ദൈവം ഓർക്കുന്നു. ഇത് വിശ്വാസിയെ കുറിച്ചാണ് പറയുന്നത്. ഇതൊരു ഭക്തനായ മനുഷ്യനെ കുറിച്ചാണ് പറയുന്നത്. ദൈവം 6-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യമാണ്. ദൈവം നിങ്ങളുടെ പ്രവൃത്തിയും വിശുദ്ധന്മാരെ ശുശ്രൂഷിക്കുന്നതിനാലും തന്റെ നാമത്തോട് കാണിച്ച സ്നേഹവും മറന്നു കളവാൻ തക്കവണ്ണം അനീതിയുള്ളവനല്ല. അപ്പൊ അവിടെ എന്തെല്ലാം കാര്യങ്ങളാണ് അവിടെ പറയുന്നത്? ദൈവം നിങ്ങളുടെ പ്രവൃത്തിയും, ഇവിടെ പ്രവൃത്തിയിൽ ഉൾപ്പെടുന്ന കാര്യം വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചത്. അപ്പൊ ശുശ്രൂഷ ദൈവത്തിന് മുമ്പിൽ വിലപ്പെട്ട ഒരു പ്രവൃത്തിയാണെന്നുള്ള കാര്യത്തിന് തർക്കമില്ലല്ലോ. ഒരു രോഗി കിടക്കുന്ന സമയത്ത് അദ്ദേഹത്തെ പോയി ശുശ്രൂഷിച്ച ഒരു നിസ്സാര കാര്യം നമ്മളെ മറന്നുപോയി കാണും. പക്ഷെ ദൈവത്തിന് മുമ്പിൽ വിലയേറിയ ഒരു പ്രവൃത്തിയായിട്ടാണ് ദൈവം അതിനെ കാണുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ വിശുദ്ധന്മാരെ ശുശ്രൂഷിക്കുന്നതിനാലും തൻ്റെ നാമത്തോട് കാണിച്ച സ്നേഹവും. അപ്പൊ ഏതെല്ലാം വിധത്തിലാണ് ദൈവത്തിന്റെ നാമത്തോട് നമ്മൾ സ്നേഹം കാണിക്കുന്നത്? അതിൽ നിങ്ങൾ ആരാധനയ്ക്ക് വരാൻ വേണ്ടി വീട്ടിലൊരല്പം ഒരുക്കം ചെയ്യുമ്പോൾ ദൈവനാമത്തോടുള്ള ഒരു സ്നേഹമാണെന്ന് നമ്മൾ കണക്ക് കൂട്ടാറുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം. നമ്മുടെ മക്കൾക്ക് ഊണിലും ഉറക്കത്തിലും ആത്മീയ സത്യങ്ങളുടെ ചില സത്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പരിശ്രമിക്കുന്നത് ദൈവനാമത്തോട് നമ്മൾ കാണിക്കുന്ന സ്നേഹമാണോ? കർത്താവിന്റെ നാമത്തിൽ ഒരു നന്മ മനുഷ്യന് ചെയ്യാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുന്ന പരിശ്രമങ്ങൾ ദൈവനാമത്തോട് നമ്മൾ കാണിക്കുന്ന സ്നേഹമാണ്. എന്തുമാകാം. പരമാർത്ഥതയോടെ ദൈവസ്നേഹത്തിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ. എന്തിനേറെ, ഭവനത്തിൽ ഒരു സമാധാന അന്തരീക്ഷം നിലനിർത്താൻ വേണ്ടി ഭർത്താക്കന്മാരും ഭാര്യമാരും കർത്താവിന് എന്ന പോലെ കർത്താവിനോടുള്ള സ്നേഹം നിമിത്തം താഴ്ന്നു കൊടുക്കുന്നത് ദൈവത്തോടുള്ള സ്നേഹമായിട്ട് നമ്മൾ കാണാറുണ്ടോ? ഇതെല്ലാം ഒരു പ്രവൃത്തിയുടെ ഭാഗമായിട്ട് വരികയാണ് പ്രിയരെ. ദൈവം നമ്മുടെ പ്രവൃത്തി അറിയുന്നു എന്ന സത്യം അവിടുന്ന് അറിയുന്നു എന്ന് മാത്രമല്ല, അത് ഓർക്കുന്നു, അത് റെക്കോർഡ് ചെയ്യുന്നു. ഗോഡ് ടേക്സ് നോട്ട് ഓഫ് ഇറ്റ്. നിങ്ങൾ അതുകൊണ്ട് തന്നെയാണ് വചനം പറയുന്നത്, കർത്താവിന്റെ നാമത്തിൽ കൊടുക്കുന്ന ഒരു ഗ്ലാസ് വെള്ളത്തെക്കുറിച്ച് പോലും പരാമർശിക്കപ്പെട്ടതിന്റെ കാരണം അതാണ്. കാരണം നമ്മൾ ആ ഒരു ഗ്ലാസ് വെള്ളത്തിന്റെ അക്കൗണ്ട് നമ്മൾ മറന്നുപോയി. ബട്ട് ഗോഡ് കീപ്സ് എ റെക്കോർഡ് ഓഫ് ഇറ്റ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചെയ്ത ഓരോ കാര്യങ്ങളെക്കുറിച്ചും ദൈവം നമ്മുടെ പ്രവൃത്തി അറിയുന്നു എന്നത് ഇന്ന് നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ പ്രിയരെ? നമ്മുടെ ഹൃദയത്തെ പ്രോത്സാഹിപ്പിക്കട്ടെ. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം വായിച്ചാട്ടെ. നമ്മൾ ഇവിടെ ശ്രദ്ധിക്കുന്നത് നമ്മുടെ പ്രവൃത്തികളെ ദൈവം അറിയുന്നു എന്ന സത്യത്തെയാണ്. അതുമാത്രമല്ല, നമ്മൾ ആ ഭാഗത്തിന്റെ വ്യാഖ്യാനമല്ല നോക്കുന്നത്. നമ്മുടെ പ്രവൃത്തിയെ അവൻ ഓർക്കുന്നു എന്ന സത്യത്തെ മാത്രമാണ് ചിന്തിക്കുന്നത്. ഞാൻ നിന്റെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും, ഇത് എല്ലാ അർത്ഥത്തിലും പ്രവൃത്തിയും പ്രയത്നങ്ങളും സഹിഷ്ണുതയും അറിയുന്നു. കൊള്ളരുതാത്തവരെ നിനക്ക് സഹിച്ചുകൂടാത്തതും അതും ഒരു പ്രവൃത്തിയാണ്.
വഷളനെ എങ്ങനെ എണ്ണണം? നിന്ദ്യനായി എണ്ണാൻ കഴിയുന്നത് ഒരു പ്രവൃത്തിയായിട്ട് കാണാറുണ്ടോ? ഇവിടെ അതല്ലേ പറയുന്നത്. അപ്പോസ്തലന്മാരല്ലാതിരിക്കുക, അപ്പോസ്തലന്മാരെന്ന് പറയുന്നവരെ നീ പരീക്ഷിച്ച് കള്ളന്മാരെന്ന് കണ്ടതും അതൊരു പ്രവൃത്തിയായിട്ട് കാണാറുണ്ട്. അതൊരു ബാഡായിട്ടാണ് നമ്മൾ ഒരുപക്ഷെ കാണുന്നത്. നോ, വഷളനെ നിന്ദ്യനായി എണ്ണാൻ കഴിയുന്നത് പോലും ഒരു പ്രവൃത്തിയായിട്ടാണ് പറയുന്നത്. നന്മയും തിന്മയും തമ്മിൽ കൃത്യമായി വേർതിരിക്കുന്നത് ഒരു പ്രവൃത്തിയായിട്ട് കാണാൻ കഴിയുന്നുണ്ടോ എന്ന് ഞാൻ ചോദിക്കുകയാണ്. അതിന്റെ 9-ാമത്തെ വാക്യം വായിച്ചാട്ടെ, വേഴ്സ് 9. ഞാൻ നിന്റെ കഷ്ടതയും ദാരിദ്ര്യവും നീ ധനവാനാകുന്നു താനും തങ്ങൾ യഹൂദർ എന്ന് പറയുന്നെങ്കിലും യഹൂദരല്ല, സാത്താന്റെ പള്ളിക്കാരായ. കഷ്ടവും ദാരിദ്ര്യവും. നൗ ലിസൺ ടു മീ. നമ്മൾ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ നിന്റെ കഷ്ടവും ദാരിദ്ര്യവും ദൈവം ഓർക്കുന്നു എന്ന്? God takes note of it. ദൈവം അത് ഓർക്കുന്നു എന്ന് അത് ദൈവം കണക്കിലെടുക്കുന്നു പ്രിയരെ. ദൈവം മറന്നതല്ല. ഒരു കൃത്യമായ സ്ഥാനത്ത് നിങ്ങളെ എത്തിച്ചിട്ട് ഇസ്രായേൽ മക്കളെ പോലും താഴ്ത്തിയതിൻ്റെ ഒരു കാരണം തക്ക സമയത്ത് അവരുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാനാണ്. ആ തക്ക സമയം എന്നുള്ളത് ദൈവത്തിൻ്റെ ടൈം ടേബിളിലാണ് വരുന്നതെന്ന് മാത്രം. നമ്മുടെ ടൈം ടേബിളിലല്ല വരുന്നത്. നമ്മുടെ കഷ്ടവും ദാരിദ്ര്യം പറഞ്ഞു. 13-ാമത്തെ വാക്യം ശ്രദ്ധിച്ചേ. നീ എവിടെ പാർക്കുന്നുവെന്നും അത് സാത്താന്റെ സിംഹാസനമുള്ളയിടമെന്നും ഞാൻ അറിയുന്നു. അപ്പൊ നീ എവിടെ പാർക്കുന്നു എന്ന് നമ്മുടെ മേൽവിലാസം, ഇവിടത്തെ പശ്ചാത്തലം മറ്റൊന്നാണെങ്കിൽ നമ്മൾ വീട് മാറി മാറി പാർക്കുന്നവരാണ്. ഇപ്പൊ നമ്മുടെ മേൽവിലാസം പോലും കർത്താവിന് അറിയാം എന്നൊരു കാര്യം നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നുവോ ഇല്ലയോ? ഞാൻ പറയുന്ന നാളെ നിങ്ങളുടെ സ്ഥിതി മാറുമെന്നല്ല, അല്ലെങ്കിൽ ഇന്ന് മാറുമെന്നല്ല. പക്ഷെ ദൈവം അറിയുന്നു, ദൈവം അത് ഓർക്കുന്നു. ആൻഡ് ദൈവം നിങ്ങൾക്ക് ഏറ്റവും നന്മയായത് തക്ക സമയത്ത് ചെയ്യും. തക്ക സമയത്ത് ചെയ്യും. അത് ദൈവത്തിൻ്റെ ടൈം ടേബിളിലാണ്. നിങ്ങൾക്ക് നന്മയായത് ചെയ്യും. നിങ്ങളുടെ ആത്മാവിന് കേടുവരുത്താത്ത നന്മകൾ നിങ്ങൾക്ക് ചെയ്യും. ഇത് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് നന്ദി പറയും. 19-ാമത്തെ വാക്യം, 2:19 വാക്യം. ഞാൻ നിന്റെ പ്രവൃത്തിയും നിന്റെ സ്നേഹം, വിശ്വാസം, ശുശ്രൂഷ, സഹിഷ്ണുത എന്നിവയും നിന്റെ ഒടുവിലത്തെ പ്രവൃത്തി ആദ്യത്തേതിലും ഏറെ എന്നും അറിയുന്നു. ഒടുവിലത്തെ പ്രവൃത്തി ആദ്യത്തേതിൽ ഏറെ. എന്തെല്ലാം കാര്യങ്ങൾ വന്നു അതിൽ? സ്നേഹം വന്നു, വിശ്വാസം വന്നു, ശുശ്രൂഷ വന്നു, സഹിഷ്ണുത വന്നു. നമ്മൾ സില്ലിയായി കണക്കുകൂട്ടുന്ന പല കാര്യങ്ങളും ദൈവം കൃത്യമായി അറിയുന്നുവെന്നും ഓർക്കുന്നു എന്നുമുള്ള സത്യം ഇന്ന് നമ്മളെ ആത്മീയ ജീവിതം ശക്തമായി നയിക്കുന്നതിന് സഹായകരമായ ഘടകമാണോ അല്ലയോ എന്ന് നിങ്ങൾ ചിന്തിക്കൂ പ്രിയരെ. Everything, even your little act of faith. വിശ്വാസത്തിന് വേണ്ടി ഇന്ന് ഈ പ്രിയ മകളെ കുറിച്ച്, ഡോക്ടർ രേഷ്മയെ കുറിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്തു. നമ്മൾ ഓരോരുത്തരും ആ ജോസഫ് അങ്കിള് കൃത്യമായി ഇത് റിമൈൻഡ് ചെയ്തു. ആൻഡ് ഗോഡ് റിമെമ്പേഴ്സ് ഇറ്റ്. ധൈര്യപൂർവ്വം പോയി ആ ഇന്നത്തെ എക്സാം എഴുതാൻ ദൈവം ഡോക്ടർ രേഷ്മയെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലെസ് യു. വിൽ കണ്ടിന്യൂ ടു പ്രേ ഫോർ യു. ഹല്ലേലൂയ. ആ ധൈര്യത്തോടെ പോയി എഴുതാൻ ദൈവം കൃപ ചെയ്യുമാറാകട്ടെ. നമ്മൾ ആത്മീയ കാര്യത്തിന് നൽകുന്ന ഒരല്പം കൂടെ നൽകുന്ന ശുഷ്കാന്തിയെ ഗോഡ് ടേക്സ് നോട്ട് ഓഫ് ഇറ്റ് എന്ന സത്യം ഇന്ന് നമ്മളെ പ്രോത്സാഹിപ്പിക്കട്ടെ എന്ന് ഞാൻ ദൈവസന്നിധിയിൽ പറയുന്നു. നമ്മുടെ പ്രവൃത്തിയെ ദൈവം അറിയുന്നു. എസ്തേറിന്റെ പുസ്തകത്തിൽ എനിക്കൊന്ന് 6-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം ഞാൻ പറയാൻ ചിന്തിച്ച ഒരു ഭാഗമല്ല. ഈ മൊർദെഖായിയുടെ ചരിത്രം നമുക്ക് എല്ലാവർക്കും അറിയാം. അവനോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ രാജാവിന്റെ ഷണ്ഡന്മാർ വന്ന് എസ്തർ ഒരുക്കിയ വിരുന്നിന് ഹാമാനെ വേഗത്തിൽ കൂട്ടിക്കൊണ്ടുപോയി. ഈ സംഭവ ചരിത്രം നമുക്കറിയാം. അതുകൊണ്ട് ഞാൻ ഈ സംഭവ ചരിത്രത്തിലേക്ക് പോകുന്നില്ല. ഇതിൽ ആരും അറിയാതെ എല്ലാവരും മറന്നുപോയ ഒരു കാര്യം, ഒരു നിസ്സാരമായ കാര്യമെന്ന് തോന്നുന്ന കാര്യം, മൊർദെഖായി ഈ രാജാവിനെ കൊല്ലാനുള്ള ഗൂഢാലോചനയിൽ നിന്ന് ശരിക്കും ഈ രാജാവിനെ രക്ഷിച്ചത് എസ്തറിനോട് പറഞ്ഞു കൊടുത്താരാണ്? മൊർദെഖായി.
ഈ പറഞ്ഞു കൊടുത്ത കാര്യം ഈ ഒരു ക്രിട്ടിക്കൽ മൂമെന്റില് തനിക്കും ഈ യഹൂദ ജനത്തിന് മുഴുവനും നാശം വന്ന് ഭവിക്കാവുന്ന ഒരു ക്രിട്ടിക്കൽ മൂമെന്റ് രാജാവിന് ഉറക്കം വന്നില്ല. വലിയ വലിയ കാര്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്ന പുസ്തകം എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞ ആ പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് രാജാവിന് ഓർമ്മ വന്നത്, അയ്യോ ഇങ്ങനൊരു കാര്യം ചെയ്തിട്ടുണ്ടല്ലോ, ഇദ്ദേഹത്തെ മാനിക്കേണ്ടതാണ് എന്ന ഒരു ചിന്ത തൻ്റെ മനസ്സിൽ ആ കൃത്യസമയത്ത് ഇട്ടുകൊടുക്കേണ്ട ഒരു വഴിയായി തീർന്നോ ഇല്ലയോ? നമ്മൾ പലപ്പോഴും ചെയ്ത ജീവിതത്തിൽ ഡിവൈൻ ഇൻവെസ്റ്റ്മെന്റുകൾ എന്ന് പറയും. നമ്മൾ ഒരാളോട് അല്പം കരുണ കാണിച്ചു, സാധാരണയിൽ കവിഞ്ഞ 1 മൈൽ നടക്കാൻ പറഞ്ഞു, നമ്മൾ 2 മൈൽ നടന്നു, നമ്മളത് മറന്നുപോയി. പക്ഷെ ഒരു നിക്ഷേപമായി അവിടെ കിടക്കും, നമ്മളൊരു നിക്ഷേപമായി കിടക്കും. ആ നിക്ഷേപം നിങ്ങൾക്ക് പിൽക്കാലങ്ങളിൽ ഡിവിഡൻഡ് തരും, അതിൽ നിന്ന് നിങ്ങൾ ഹാർവെസ്റ്റ് ചെയ്യും. ശ്രദ്ധിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. അത് പണത്തിന്റെ കണക്ക് മാത്രമല്ല, പണത്തിന്റെ കണക്ക് മാറ്റി നിർത്തൂ. അത് ഓർക്കുന്ന ദൈവമാണ്. നമ്മുടെ ആ പ്രവൃത്തി ആരും നോട്ടീസ് ചെയ്തില്ല, ആരും അറിയാതെ, ഇടം കൈ അറിയാതെ നിങ്ങൾ ചെയ്ത പ്രവൃത്തി അത് ദൈവം ഓർക്കുന്നു എന്ന സത്യം ഇന്ന് നമ്മുടെ ഹൃദയത്തെ പ്രോത്സാഹിപ്പിക്കട്ടെ എന്ന് ഞാൻ കർത്താവിൽ ആശിക്കുന്നു. നമ്മുടെ പ്രവൃത്തി അവൻ ഓർക്കുന്നു. രണ്ടാമത്തെ സത്യം വചനം പറയുന്നത് നമ്മുടെ വാക്കുകൾ അവൻ ഓർക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ അന്യോന്യം സംസാരിച്ച 16-ാമത്തെ വാക്യം, മലാഖിയുടെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യത്തിൽ പറയുന്നതുണ്ട്, അവിടെ വാക്കുകൾ എന്നൊരു പദമുണ്ട്. യഹോവ ഭക്തന്മാർ അന്ന് തമ്മിൽ തമ്മിൽ സംസാരിച്ചു. യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു. What did he hear? എന്നിട്ട് അവന്റെ നാമത്തെ സ്മരിക്കുന്നവർക്ക് വേണ്ടി അവന്റെ സന്നിധിയിൽ ഒരു സ്മരണ പുസ്തകം എഴുതി വെച്ചു. നമ്മുടെ വാക്കുകൾ റെക്കോർഡാണ്. കർത്താവ് പറഞ്ഞു, മനുഷ്യർ പറയുന്ന ഏത് നിസ്സാര വാക്കിനും, നിസ്സാര വാക്ക്, എനിക്കിവിടെ ഒരു പ്രശ്നമുണ്ട് വാക്കുകളെ സംബന്ധിച്ച് പറയുമ്പം. നമ്മളെല്ലാം വരുത്തുന്ന ഒരു മിസ്റ്റേക്കാണത്. തമാശക്കാണെങ്കിലും നമ്മൾ ഒരു കുഞ്ഞ് മാതാപിതാക്കളോട് ചോദിക്കുന്ന, ഞായറാഴ്ച അങ്ങനെ ഒരു ഉദാഹരണം പറയുന്നത് ക്ഷമിക്കണം, ഒരു കുഞ്ഞ് മാതാവിനോട് ചോദിച്ചത് ഒരിക്കൽ റീഡേഴ്സ് ഡൈജസ്റ്റിൽ വന്ന ഒരു തമാശയാണ്. അതിന് തമാശ എന്ന് പറയുന്നത് അങ്ങനെ ചോദിച്ചത് എന്താണ്, മമ്മി മമ്മി ഡസ് ഗോഡ് യൂസ് അവർ ടോയ്ലറ്റ് എന്നായിരുന്നു കൊച്ചു കുഞ്ഞ് മാതാപിതാവിനോട് ചോദിച്ചത്. കൊച്ചു കുഞ്ഞാ ചോദിച്ചത്, കുഞ്ഞിനൊന്നും അറിയത്തില്ല, പിള്ള മനസ്സിൽ കള്ളമില്ലെന്നല്ലേ. അപ്പൊ കുഞ്ഞ് പറയാൻ കാരണം, നാം അറിയാതെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ദൈവമേ നീ ഇപ്പോഴും അതിൻ്റെ അകത്ത് തന്നെ ആണോ എന്ന് ആരോ പറഞ്ഞ് കേട്ടിട്ടാണ് ഈ ചോദിച്ചത്, കുഞ്ഞ് ചോദിച്ചത്. നമ്മളിങ്ങനെ പറയാറില്ലേ, എന്തിനും ഏതിന് എൻ്റെ ദൈവമേ നീ ഇപ്പോഴും അവിടെ തന്നെയാണോ എന്ന് ഇതിന് പകരം നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. I have a trouble with that. എന്ത് കാര്യത്തിനും നമ്മൾ ശരിക്കും, പ്രാർത്ഥനയാണെങ്കിൽ കുഴപ്പമില്ല, ഇത് നമ്മളെല്ലാവരും വരുത്തുന്ന ഒരു മിസ്റ്റേക്കാണ്. നമുക്ക് ആവർത്തിക്കാതിരിക്കാൻ ശ്രമിക്കാമോ എന്ന് ഞാൻ ചോദിച്ചോട്ടെ. എന്ത് സ്ഥാനത്തും അസ്ഥാനത്തും കയറി ഈവൻ സ്തോത്രം പറയുന്നതിനോട് പോലും എനിക്ക് വിരോധമാണ്. സ്ഥാനത്ത് സ്തോത്രം പറഞ്ഞോ, പക്ഷെ അസ്ഥാനത്ത് പറയരുത്. യൂദ കെട്ടി ഞാൻ ചത്തു സ്തോത്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ്സ് റോങ്. യൂദ കെട്ടിച്ചാന്തി ചത്തതിന് എന്തിനാ സ്തോത്രം പറയുന്നോ? അങ്ങനെ ഒത്തിരി ഉദാഹരണങ്ങൾ നമുക്ക് പറയാൻ പറ്റും. നമ്മൾ ആവശ്യമില്ലാതെ വാക്കുകൾ പുലമ്പരുത്. ഈ അർത്ഥം ഗ്രഹിക്കാതെ നമ്മളൊരു വാക്ക് പറയാൻ ശ്രമിക്കരുത്. നമുക്ക് വാക്കുകളിൽ തെറ്റ് വരാം. നമ്മളിപ്പോൾ ഒരു പ്രാർത്ഥിക്കുമ്പോൾ സീക്വൻസ് അനുസരിച്ച് നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയണമെന്നൊന്നും നിർബന്ധമില്ല. ക്രമം അനുസരിച്ച് കൃത്യമായ വാക്കുകൾ കൂട്ടി ഇണക്കി പ്രാർത്ഥിക്കാൻ കഴിയണമെന്ന് നിർബന്ധമില്ല. അങ്ങനെ ഒരു പ്രാർത്ഥന ദൈവം ആഗ്രഹിക്കുന്നുമില്ല. പക്ഷേ നമ്മൾ അർത്ഥമാക്കാത്ത, ഉദ്ദേശിക്കാത്ത
ശരിക്കും ഹൃദയംഗമായി അർത്ഥം സങ്കല്പിക്കാത്ത വാക്കുകൾ പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ആൻഡ് ഗോഡ് ടേക്സ് നോട്ട് ഓഫ് അവർ വേർഡ്സ്. നമ്മുടെ വാക്കുകളിൽ സിൻസിയറിറ്റി ഉണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. പക്ഷേ നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിൽ ഇവിടെ കേട്ടു, കഴിഞ്ഞ ആഴ്ചകളിൽ സംസാരിച്ച ദൈവദാസന്മാരോടൊപ്പം ഞാനിന്ന് തർജ്ജമ ചെയ്തപ്പം ചില കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ വളരെ ശക്തമായി പതിഞ്ഞ ചില കാര്യങ്ങളുണ്ട്. നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ വിശ്വാസവും പ്രത്യാശയും ധൈര്യവും പകരുന്ന വാക്കുകളാണ് പറയേണ്ടത്. നീ മുടിഞ്ഞു പോകുമെന്ന് പറയുമ്പോൾ ഒരാളെ എത്രമാത്രം അവരുടെ മനസ്സ് ഇടിക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട്. ഓ, ദൈവത്തെ സേവിച്ചിട്ടൊന്നും ഒരു കാര്യമില്ലെന്ന് എന്നൊരു നിസ്സാര വാക്ക് നമ്മളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തോ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നു എന്നറിയാമോ? കനാൻ ഉറ്റുനോക്കാൻ പോയ 12 പേരിൽ 10 പേരും വന്ന് കൊടുത്ത ബാഡ് റിപ്പോർട്ട് എന്തായിരുന്നു? കാര്യമൊക്കെ ശരിയാ, നമ്മൾ പറയുന്ന പോലൊക്കെ തന്നെ അവരും പറഞ്ഞത്, കാര്യമൊക്കെ ശരിയാ, ദൈവം വാഗ്ദത്തം ചെയ്ത ദേശം ഭയങ്കര മനോഹരമാണ്, അവിടെ കർത്താവ് പറഞ്ഞതുപോലെ ദൈവം വാഗ്ദത്തം ചെയ്തതുപോലെ തന്നെ അവിടുത്തെ കനികളൊക്കെ വളരെ വലുതാണ്, വളരെ സമ്പൽ സമൃദ്ധമാണ്. പക്ഷേ നമുക്ക് കിട്ടാൻ പോകുന്നില്ല. നമുക്കത് കിട്ടാൻ 10 പേരും പറഞ്ഞ റിപ്പോർട്ടാണത്. പക്ഷെ ആ റിപ്പോർട്ടിന്റെ ബേസിസിൽ അവിടെ എന്തോ സംഭവിച്ചു വന്നാ ഒരു രാത്രി മുഴുവനും അവർ വീട് കിടന്ന് അലമുറയിട്ട് കരഞ്ഞെന്നാണ്. ദിസ് ഇസ് എക്സാക്ട്ലി വാട്ട് ഈസ് റിട്ടൺ ദെയർ. അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, ഈ വിലാപത്തിന് എന്തെങ്കിലും അർത്ഥമുണ്ടോ? അവിശ്വാസത്തിന്റെ വിലാപമാണ്, വിശ്വാസരാഹിത്യത്തിന്റെ വിലാപമാണ്. പക്ഷെ അങ്ങനെ ഒരു സാഹചര്യം അവിടെ ഉണ്ടാക്കാൻ അവിടെ കൊണ്ടുവന്ന് പറഞ്ഞ ആ നിസ്സാര വാക്ക് എത്രമാത്രം ഇമ്പാക്റ്റ് ആണ് ഇതിൽ ചെയ്യുന്നത്. ഒരു സമൂഹത്തെ ആണെങ്കിലും ഒരു ഭവനത്തെ ആണെങ്കിലും ഒരു വ്യക്തിയാണെങ്കിലും ഇടിക്കുന്ന വാക്കുകൾ, ഈവൻ എന്തിനാ കഴിഞ്ഞ ആഴ്ച ഫാമിലി സെമിനാർ നടന്നപ്പോൾ നമ്മുടെ മക്കളോട് പോലും പറയരുത് എന്ന് നമ്മളെ ഓർമ്മിപ്പിച്ചില്ലേ? ഇത് നമ്മൾ ഓർക്കണമെന്ന് ദൈവസന്നിധിയിൽ ഇന്ന് വീണ്ടും ഞാൻ നമ്മെ തന്നെ ഓർമ്മിപ്പിക്കുന്നു. കൃപയോട് കൂടിയ ഉപ്പിനാൽ രുചി വരുത്തിയ വാക്കുകൾ നമ്മൾ പറയണം. ഇമ്മീഡിയറ്റ് ആയിട്ട് അവരങ്ങനെ ആയിരിക്കണമെന്നില്ല. നമ്മുടെ മക്കളെ നോക്കിയാണെങ്കിലും നമ്മുടെ സാഹചര്യത്തെ നോക്കിയാണെങ്കിലും അങ്ങനെ ഒരു വാക്ക് പറയാൻ കഴിയില്ലായിരിക്കാം. പക്ഷെ നമുക്ക് വിശ്വാസത്തോടെ അങ്ങനെ ഒരാളെ പണിയുന്നത്, അവരിലെ ഊർജം ചോർത്തിക്കളയുന്ന ഒരു സൂചിയായിട്ട് നമ്മുടെ വാക്ക് തീരരുത്. ബലൂണിൽ കാറ്റ് അഴിച്ചുവിടാൻ നമ്മൾ മുട്ടുസൂചി കൊണ്ടൊന്ന് കുത്തിയാൽ മതി. ഇതുപോലെ നമ്മുടെ ചില വാക്കുകൾ, ചിലരിലെ ഊർജം അങ്ങനെ ഡ്രെയിൻഡ് ആയി പോകും. ഓർക്കണം, നമ്മളുടെ വാക്കുകൾ, ഗോഡ് റിമെമ്പേഴ്സ് അവർ വേർഡ്സ്. നമ്മുടെ വാക്കുകൾ ദൈവം ഓർക്കുന്നു എന്ന വചനം കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. സമയം മുമ്പോട്ട് പോകുന്നുണ്ട്. മൂന്നാമത് വചനം പറയുന്ന 56 സങ്കീർത്തനത്തിന്റെ 8ാമത്തെ വാക്യം ദയവായി വായിക്കൂ. 56 സങ്കീർത്തനത്തിന്റെ 8ാമത്തെ വാക്യം. ഗോഡ്, നീ എൻ്റെ ഉടൽച്ചകളെ എണ്ണുന്നോ? എൻ്റെ കണ്ണുനീർ നിന്റെ തുരുത്തിയിലാക്കി വെക്കണമേ. അത് നിന്റെ പുസ്തകത്തിലില്ലയോ? അത് നിന്റെ പുസ്തകത്തിലില്ലയോ എന്ന് പറയുമ്പോൾ ദൈവം അത് ഓർത്ത് രേഖപ്പെടുത്തി. He takes note of our tears. അവിശ്വാസത്തിന്റെ കണ്ണുനീരുകളല്ല, വേദനയിലും മനസ്സിലെ പല വിധത്തിലുള്ള സംഘട്ടനങ്ങളിലും അയ്യോ ഞാൻ നിസ്സഹായനായി തീർന്നല്ലോ എന്നൊക്കെ ഉള്ള തരങ്ങളിൽ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഈ ഗ്രോൺ ചെയ്ത് ഉള്ളത്തിൽ അലറി വിളിക്കുന്ന നിങ്ങളുടെ രോദനങ്ങൾ ദൈവം നോട്ട് ചെയ്യുന്നുണ്ട്. ആരോടും പറയാൻ പറ്റാതെ നിങ്ങൾ ഉള്ളിൽ വിങ്ങിപ്പൊട്ടിയ നിങ്ങളുടെ സങ്കടങ്ങൾ ദൈവത്തിന് അറിയാം. ഹാഗാറിന്റെ കരച്ചിൽ കേട്ടവനാണ് ദൈവമെന്ന വചനത്തിൽ വ്യർത്ഥമായി രേഖപ്പെടുത്തിയതല്ല. വാഗ്ദത്തത്തിന്റെ കൂട്ടവകാശി അല്ലെങ്കിലും ഹാഗാറിന്റെ കരച്ചിൽ കേട്ട് പൈതലിന് വേണ്ടി ഉറവ തുറന്ന ദൈവമാണ് നമ്മുടെ ദൈവം. നമ്മുടെ ഏറ്റവും വലിയ പ്രതീക്ഷകളും ഏറ്റവും വലിയ ഭയങ്ങളും
നമ്മൾ ആരുമറിയാതെ പൊഴിച്ച കണ്ണുനീരുകളും വേദനകളും ആശങ്കകളും നെഞ്ചിടിപ്പുകളും ദൈവം നോട്ട് ചെയ്തിട്ടുണ്ട്. ഹി റിമെമ്പേഴ്സ്. അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന നമ്മുടെ ഉഴൽച്ചകളെ എണ്ണുന്നു എന്നാണ്. നമ്മുടെ ഉഴൽച്ചകളെ അവൻ എണ്ണുന്നു എന്നാണ്. നമ്മുടെ ഡെസ്പറേഷൻസ് ദൈവം എണ്ണുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ നമ്മൾ കാണിച്ച അബദ്ധങ്ങളിൽ നിന്നായിരിക്കാം നമ്മൾ അങ്ങനെയുള്ള ഉഴൽച്ചകളിൽ പോയി പെട്ടത്. 107 സങ്കീർത്തനം അതാ പറയും, നമ്മൾ ഇതിനെക്കുറിച്ച് ധ്യാനിച്ചിട്ടുള്ള ഭാഗമാണ്. എന്നിരുന്നാലും നമ്മുടെ ഉഴൽച്ചകളെ എണ്ണി നമ്മൾ നമ്മുടെ കണ്ണുനീരുകളെ തുരുത്തിയിലാക്കി വെക്കുന്ന, പ്രത്യേകിച്ച് ദൈവികമായി ആത്മീയമായി നമ്മൾ മുൻപോട്ട് വന്നതിന് ശേഷം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായ ഓരോ വേദനകളും കണ്ണുനീരുകളും എല്ലാം നമ്മൾ മറന്നുപോയി. നമ്മൾ വിചാരിക്കും ദൈവം അതൊന്നും ഓർക്കുന്നുണ്ടാവില്ലെന്ന്. വി ലോസ് ഹോപ്പ്. പ്രതീക്ഷകളൊക്കെ നഷ്ടപ്പെട്ട ഇരിക്കുന്ന സാഹചര്യത്തിൽ നിശബ്ദതയുടെ നടുവിൽ ദൈവം ഓർക്കുന്നു എന്ന് പറഞ്ഞാൽ ദൈവം കാര്യങ്ങളെ തിരിച്ചുവിടുന്നു. യഹോവ നോഹയെ ഓർത്തു എന്ന് പറഞ്ഞപ്പോ അന്ന് വരെ ആഴിയുടെ ഉറവുകൾ തുറന്നു, ആകാശത്തിന്റെ ഉറവുകള് തുറന്ന് എല്ലാ ഇടത്തുനിന്നും അകത്തുനിന്നും പുറത്തുനിന്നും എല്ലാം വെള്ളം പൊങ്ങിക്കൊണ്ടിരിക്കുന്ന ഓർത്തു തുടങ്ങിയപ്പോൾ മുതലാണ് ഈ പെരുവെള്ളങ്ങളുടെ തിരത്തള്ളൽ കുറഞ്ഞു തുടങ്ങിയത്. അന്ന് സ്റ്റോപ്പ് ചെയ്തെന്ന ദൈവം നമ്മളെ ഓർക്കുമ്പോൾ ദൈവം ചില കാര്യങ്ങൾ നമ്മുടെ ചുറ്റും ദൈവം ചില കാര്യങ്ങൾ ചെയ്തു തുടങ്ങുകയാണ്. കർത്താവ് നമ്മളെ ഓർക്കുമ്പം പരിതസ്ഥിതികളിൽ, രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലങ്ങളിൽ ദൈവം ചില മാറ്റങ്ങൾ കൊണ്ടുവരികയാണ്. എൻ്റെ പ്രിയരെ, വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ കണ്ണുനീരുകൾ അവൻ ഓർക്കുന്ന ദൈവമാണ്. 38 സങ്കീർത്തനത്തിന്റെ 9 വാക്യം. 38 സങ്കീർത്തനത്തിന്റെ 9 വാക്യം. കർത്താവേ, എൻ്റെ ആഗ്രഹമൊക്കെയും നിന്റെ മുമ്പിൽ ഇരിക്കുന്നു, എന്റെ ഞരക്കം നിനക്ക് മറഞ്ഞിരിക്കുന്നതുമില്ല. എന്റെ ഞരക്കം എന്ന വാക്ക്, എന്റെ ആഗ്രഹം ഒക്കെയും നിന്റെ മുമ്പിലിരിക്കുന്നു. സാധിക്കാത്ത ആഗ്രഹങ്ങൾ, ചില കാര്യങ്ങളൊക്കെ നമ്മൾ തമാശയ്ക്ക് പോലും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് വരെ നിങ്ങൾ എത്തിയ സാഹചര്യത്തിൽ നിന്ന് ഒന്ന് തിരിഞ്ഞു ചിന്തിച്ചു നോക്കി. കൊച്ചു പ്രായങ്ങളിലാണെങ്കിലും നിങ്ങൾ ചുമ്മാതെ പോലും ഒന്ന് ആഗ്രഹിക്കാത്ത പല കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലേ ജീവിതത്തിൽ? എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു എന്നൊന്നും ഞാൻ പറയില്ല, പക്ഷെ ഇങ്ങനെയൊക്കെ കിട്ടിയാൽ നല്ലതായിരുന്നു എന്ന് ആഗ്രഹിച്ച ആഗ്രഹങ്ങൾ ദൈവം സാധിപ്പിച്ച് തന്നിട്ടുണ്ടോ ഇല്ലയോ? ഉണ്ട്. ഞാൻ ചെറിയ പ്രായത്തിൽ എന്നെ ടൂർ പോകാൻ അനുവദിക്കില്ലായിരുന്നു എൻ്റെ മാതാപിതാക്കൾ, സംഭവം. അപ്പം ഞാൻ ആളുകളൊക്കെ ഇങ്ങനെ ഈ ടൂർ വണ്ടിയുടെയൊക്കെ പുറകിൽ കുട്ടികളൊക്കെ ടൂർ പോകുന്ന സമയത്ത്, കാരണം എന്തൊക്കെയോ ആശങ്ക കൊണ്ടായിരിക്കും അവരത് സമ്മതിക്കാഞ്ഞത്. അപ്പം ഞാൻ ഈ ടൂർ വണ്ടിയൊക്കെ നോക്കിയിട്ട് ഇവർ എന്ത് രസമായിരിക്കും ടൂർ പോകുന്നത് എന്നിങ്ങനെ അങ്ങനെ എന്ത് ആഗ്രഹിച്ചിട്ടുണ്ട്. പിൽക്കാലത്ത് ദൈവം എൻ്റെ ജീവിതത്തിൽ എനിക്ക് സ്വപ്നം പോലും കാണാൻ പറ്റാത്ത പല രാജ്യങ്ങളിൽ പോകാൻ ദൈവം അവസരം തന്നിട്ടുണ്ട്. പിന്നെ ദൈവത്താൽ അല്ലാതെ അത് സാധിക്കില്ല, ഒരു കാരണവശാലും സാധിക്കാത്ത എത്ര പണമുള്ളവർക്ക് പോലും സാധിക്കാത്ത ചില രാജ്യങ്ങളിൽ, ചില ദേശങ്ങളിൽ പോകാൻ ദൈവം അവസരം തന്നിട്ടുണ്ട്. എനിക്ക് നിന്നും ഞാൻ അത്ഭുതത്തോടെ അതെങ്ങനെ സാധിച്ചു എന്ന് ഓർക്കാറുണ്ട്. ഞാൻ നിന്ന ഓർഗനൈസേഷനിൽ പോലും ഒരു 10, 500, 700, 1000 ആളുകളുടെ നടുവിൽ നിന്നാണ് നമുക്ക് അപൂർവമായി കിട്ടുന്ന ഒരു അവസരം നമുക്ക് ദൈവം ഒരുക്കി തന്നിട്ടുള്ളത്. നമ്മൾ ചുമ്മാതെ ആഗ്രഹിച്ചത് ആഗ്രഹങ്ങൾ പോലും ദൈവം ചിലപ്പോൾ സാധിപ്പിച്ചു തരും. അതുകൊണ്ട് എല്ലാ ആഗ്രഹങ്ങളും സാധിക്കുമെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില സാഹചര്യങ്ങളിൽ നിന്ന് അത്ഭുതകരമായി, നമ്മൾ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാതെ ഉള്ളിൽ ചുമ്മാതെ തമാശയ്ക്ക് ചിന്തിച്ച കാര്യങ്ങൾ പോലും ചിലപ്പോൾ നടത്തി തന്നിട്ടുണ്ട് ദൈവം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ ആഗ്രഹങ്ങൾ അനന്തമാണ്, അതിന് കടിഞ്ഞാണില്ലെന്നാണ് പറയുന്നത്. അങ്ങനെ ആഗ്രഹിക്കരുത്. അങ്ങനെ ആഗ്രഹിക്കാവുന്ന ഒരേ ഒരു കാര്യമേ ബൈബിളിൽ യഥാർത്ഥത്തിൽ പറയുന്നുള്ളൂ. അങ്ങനെ കടിഞ്ഞാണില്ലാതെ ആഗ്രഹിക്കാം ദൈവത്തെ, നിന്നോട് ചേരാൻ, ദൈവമുഖം അന്വേഷിക്കാൻ, ദൈവത്തിന്റെ രാജ്യവും നീതിയും. യു ഡ്രീം യുവർ വൈൽഡസ്റ്റ് ഡ്രീം ഫോർ ദ കിങ്ഡം. ദാറ്റ്സ് ഓക്കെ.
മറ്റുള്ള ആഗ്രഹങ്ങൾ വൈൽഡായിട്ട് ചുമ്മാ ആഗ്രഹിക്കരുത്. അത് സിൻഫുൾ ഡിസയേഴ്സ്, അത് നമ്മളെ ദോഷത്തിലും പ്രയാസങ്ങളിലും കൊണ്ടെത്തിക്കുമെന്ന് തന്നെയാണ് യാക്കോബ് അപ്പോസ്തലൻ പറയുന്നത്. ദൈവത്തെ ആഗ്രഹിക്കാം, ദൈവരാജ്യത്തെ ആഗ്രഹിക്കാം, ആത്മീയ കാര്യങ്ങളെ എത്ര വേണമെങ്കിലും ആഗ്രഹിക്കാം. ദർ ഇസ് നോ ലിമിറ്റ് ടു ഇറ്റ്. യു ക്യാൻ ഡിസയർ. ശ്രേഷ്ഠ വരങ്ങളെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കേട്ടത്, വാഞ്ചിപ്പീൻ, ആഗ്രഹിക്കാം. വരങ്ങള്, നിങ്ങൾ മരിച്ചവരെ ഉയർക്കുന്നത് കാണാൻ ആഗ്രഹമാണ്. യു ക്യാൻ ആസ്ക് ഗോഡ്. പക്ഷെ അതിനുള്ള ഒരു പശ്ചാത്തലത്തിലൂടെ കടന്നു പോകുമ്പോൾ വി മസ്റ്റ് ഹാവ് ഫെയ്ത്ത്. ആ ഒരു വിശ്വാസം, വീര്യപ്രവൃത്തികൾ ചെയ്യാനുള്ള വിശ്വാസത്തെ ആഗ്രഹിക്കാം. ആത്മീയ കാര്യങ്ങൾ കുന്നോളമല്ല, അങ്ങ് ആകാശം മുട്ടെ ആഗ്രഹിക്കാം, ഭൗതിക കാര്യങ്ങളല്ല. പക്ഷേ ദൈവം ഓർക്കുന്ന കാര്യങ്ങൾ മനോഹരമാണെങ്കിലും, ഓർമ്മയുടെ പുസ്തകത്തിൽ ദൈവം ഓർക്കുന്ന കാര്യങ്ങൾ മനോഹരമാണെങ്കിലും അതിലും മനോഹരമായ ശ്രേഷ്ഠമായ ഒരു കാര്യത്തെക്കുറിച്ച് കൂടെ പറഞ്ഞ് ഞാൻ ഇന്ന് അവസാനിപ്പിക്കാം. ഞാൻ ആ ഭാഗം പറയുന്നതിന് മുമ്പ് യിരെമ്യാവിൻ്റെ പുസ്തകം 17-ാം അധ്യായം 1-ാം വാക്യം ശ്രദ്ധിച്ചേ. യഹൂദയുടെ പാപം ഇരുമ്പെഴുത്താണി കൊണ്ടും വജ്രത്തിന്റെ മുന കൊണ്ടും എഴുതി വെച്ചിരിക്കുന്നു. യഹൂദയുടെ പാപം, നമ്മുടെ പാപങ്ങളെ ദൈവം എങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഇരുമ്പെഴുത്താണി കൊണ്ട് കൊത്തി കുഴിച്ച് ഈ പില്ലറുകളിലൊക്കെ ചുമ്മാതെ ചായം കൊണ്ട് എഴുതി അത് മായ്ച്ചു കളയാം. പക്ഷേ ഇവിടെ കൊത്തി വെച്ചാലോ, അതൊരിക്കലും മായ്ച്ചാലും ആ ഇത് എഴുത്ത് അവിടെ നിന്ന് മാറുന്നില്ല. വജ്രത്തിന്റെ മുന, ഇരുമ്പെഴുത്താണി കൊണ്ട് ദൈവം ഇത് രേഖപ്പെടുത്തുന്നെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് പ്രിയരെ? ഇതൊരിക്കലും മായത്തില്ല. പക്ഷേ യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം എടുത്തേ, 31-ാം അധ്യായത്തിന്റെ 34-ാമത്തെ വാക്യം ശ്രദ്ധിക്കൂ. ദൈവം ഓർക്കുന്ന കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ഇതുവരെ പറഞ്ഞത്. പക്ഷെ ദൈവം മനഃപൂർവമായി മറക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. യിരെമ്യാ 31:34. ഇനി അവരിൽ ആരും തൻ്റെ കൂട്ടുകാരനെയും തൻ്റെ സഹോദരനെയും യഹോവയെ അറിയുക എന്ന് ഉപദേശിക്കുകയില്ല. അവർ ആബാലവൃതം എല്ലാവരും എന്നെ അറിയും. ഞാൻ അവരുടെ അകൃത്യം മോചിക്കും. അവരുടെ പാപം ഇനി ഓർക്കുകയുമില്ല. അപ്പൊ ദൈവം ഓർക്കുന്ന കാര്യത്തെ കുറിച്ച് ബൈബിൾ കൃത്യമായി രേഖപ്പെടുത്തുമ്പോൾ ഒരു കാര്യം ദൈവം ഓർക്കുകയില്ല. ഇത് ദൈവം മനഃപൂർവ്വം ചെയ്യുന്നൊരു കാര്യമാണ്. ഹി ചൂസ് നോട്ട് ടു റിമെമ്പർ എന്നതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പൊ ദൈവം ഓർക്കുന്ന കാര്യം പറയുമ്പോൾ ദൈവത്തിന് മറന്നു എന്നല്ല. ദൈവം അപ്പാരന്റ്ലി കുറെ കാലത്തേക്ക് എന്തൊക്കെയോ ലക്ഷ്യത്തോടെ നമ്മുടെ ദൈവത്തോടുള്ള നമ്മുടെ ആഗ്രഹത്തിന്റെ തീവ്രത വർദ്ധിക്കാനായി നിശബ്ദമായിരിക്കാം. ദൈവം മറക്കുന്നതല്ലത്. നമ്മൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ദൈവം ഓർക്കുന്നു എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ദൈവം നമുക്കായി കരങ്ങൾ ചലിപ്പിച്ചു തുടങ്ങി, പ്രവർത്തിച്ചു തുടങ്ങി എന്നുള്ള സത്യത്തെയാണ് ഓർക്കുന്നു എന്ന പദം കൊണ്ട് വചനത്തിൽ ഉദ്ദേശിക്കുന്നത്. അല്ല ദൈവം മറക്കുന്നു എന്ന അർത്ഥത്തില്ല. പക്ഷെ ഇവിടെ ദൈവം ഓർക്കുകയില്ല എന്ന് പറയുന്നത്, ഹി ചൂസ് നോട്ട് ടു റിമെമ്പർ എന്ന് പറയുന്നത് നമ്മുടെ തിന്മകളെയാണ്. ഇരുമ്പെഴുത്താണി കൊണ്ട് എഴുതിയത്, വജ്രത്തിന്റെ മുന കൊണ്ട് എഴുതിയ പാപം ഒരിക്കലും മായത്തില്ല. And he will know. ഇതിനേക്കാൾ ശക്തമായൊരു വാക്ക് ഇതെങ്ങനെ സംഭവിച്ചതെന്ന് വചനത്തിൽ രേഖപ്പെടുത്തിയത് എവിടെയെന്നറിയാമോ? സമയം കഴിഞ്ഞെങ്കിലും കൊലോസ്യ ലേഖനം 2:14 നമുക്കെതിരെയുള്ള കൈയെഴുത്ത് എങ്ങനെ എന്ത് ചെയ്തെന്ന മായിച്ചു. എങ്ങനെ? ക്രൂശിൽ. വായിച്ച 2:14 അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൊത്തിയ ഈ കൈയെഴുത്ത് മായിച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. He will not remember on account of what he has done on the cross. ക്രൂശിൽ നടന്ന പ്രവൃത്തി നിമിത്തം ദൈവം he will not remember our sins. എത്ര വലിയ സാന്ത്വനമാണ് ഈ വാക്യം നമുക്ക് തരുന്നതെന്ന് പറയാമോ? നമുക്കെതിരെയുള്ള രേഖകളാണ് മായ്ച്ചത്.
നമുക്കെതിരെയുള്ള കൈയെഴുത്ത് എന്നും നമുക്കെതിരെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ലീഗൽ ഡോക്യുമെന്റ് ആണ് ദൈവം ഇല്ലായ്മ ചെയ്തത്. And he chose not to remember. ഈ സത്യങ്ങളൊക്കെ നമ്മിലേക്ക് വരുമ്പം നമ്മൾ എങ്ങനെയാണ് ഇതിനോട് പ്രതികരിക്കേണ്ടതെന്ന് മറ്റൊരു അവസരത്തിൽ നമുക്ക് ചിന്തിക്കാം. ഇന്ന് നമ്മൾ ഓർക്കേണ്ട കാര്യം, കർത്താവ് നമ്മുടെ പ്രവൃത്തി ഓർക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ വാക്കുകൾ ഓർക്കുന്നു, നമ്മുടെ കണ്ണുനീരുകൾ അവൻ ഓർക്കുന്നു, നമ്മുടെ ആഗ്രഹങ്ങളെ അവൻ ഓർക്കുന്നു. എന്നാൽ നമ്മുടെ പാപങ്ങളെ അവൻ മറക്കുന്നു. He chose not to remember. ഈ കൃപയെ നമ്മൾ ധ്യാനിച്ചുകൊണ്ട് ജീവിതത്തിൽ ഡിസപ്പോയിൻമെന്റ്സ് ആണ് ഇന്ന് നിങ്ങൾക്കുള്ളതെങ്കിൽ നിങ്ങളെ മറന്നു കളയുന്നവനല്ല ദൈവം എന്ന സത്യത്തെ ഇന്ന് പരിശുദ്ധാത്മാവിൽ ഹൃദയത്തിൽ ഉറപ്പിക്കാൻ ദൈവം സഹായിക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി ഇനി ഉണ്ടാകുമോ എന്ന് ചിന്തിച്ച് ശങ്കിച്ചിരിക്കുകയാണെങ്കിൽ ആ ശങ്ക വേണ്ട. ദൈവത്തിൻ്റെ ടൈം ടേബിളിലാണ് ദൈവം പ്രവർത്തിക്കുന്നത്. ആ ടൈം ടേബിളിൽ ദൈവം നിങ്ങൾക്കായി പ്രവർത്തിക്കും. അത് ഇന്നാണോ എന്ന് എനിക്കറിഞ്ഞുകൂടാ, ഒരുപക്ഷെ ആയിരിക്കാം. അല്ലെങ്കിൽ നാളെ ദൈവം അത് പ്രവർത്തിക്കും നിശ്ചയം. റാഖേലിന്റെ കണ്ണുനീർ കണ്ട് അവളുടെ ഉദരത്തെ തുറന്ന ദൈവം, ഹന്നായുടെ ഉദരത്തെ തുറന്ന ദൈവം, ഇതൊക്കെയും പറയുമ്പോഴും ഇവളെ ഓർത്തു എന്നുള്ളതാ. ഒരു ഇൻസിഗ്നിഫിക്കന്റ് പേഴ്സണെ ഓർക്കാനും മാത്രം എന്താണ് ഓർത്തു എന്ന് വെച്ചാൽ അവർക്കായി പ്രവർത്തിച്ചു തുടങ്ങി. നിങ്ങൾക്കായി പ്രവർത്തിച്ചു തുടങ്ങുന്ന ഒരു ദൈവമുണ്ട്. ദൈവത്തിൻ്റെ ആ ടൈം ടേബിളിൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഈ വചനം വിശ്വാസത്താൽ ഏറ്റെടുത്ത് നിങ്ങളുടെ ജീവിത സാഹചര്യത്തോട്, എൻ്റെ താഴ്ചയിൽ എന്നെ ഓർത്തവനെ അവിടുത്തെ ദയ എന്നേക്കും ഉള്ളതെന്ന് വിശ്വാസത്താൽ ഇന്ന് ഏറ്റുപറയുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് ഞാനിപ്പോൾ വിരാമം കുറിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ദാസനെ മുമ്പോട്ട് ക്ഷണിക്കുകയാണ്. പരിശുദ്ധാത്മാവിൽ നിങ്ങളുടെ ജീവിതത്തിൽ നാളുകളായി ദൈവപ്രവൃത്തി നടക്കാതെ നിരാശയിലും ഡിസപ്പോയിൻമെൻറ്റിലുമാണ്. ഞാൻ കുറ്റമില്ലായ്മയിൽ എൻ്റെ കൈകളെ കഴുകിയത് വ്യർത്ഥമായോ, ഞാനൊരു വിശ്വാസിയായി തീർന്നതുപോലെ വ്യർത്ഥമായോ എന്ന ആശങ്കയിലാണ് ജീവിക്കുന്നതെങ്കിൽ നിങ്ങളെ ഓർക്കുന്ന, നിങ്ങൾക്ക് വേണ്ടി തക്ക സമയത്ത് പ്രവർത്തിക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നു എന്ന ഉറപ്പ് പരിശുദ്ധാത്മാവിൽ പ്രാപിച്ചു മാത്രമേ ഇവിടുന്ന് കടന്നു പോകാവൂ എന്ന് ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുന്നു. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പാസ്റ്റർ, പ്ലീസ് കം ആൻഡ് ഡു ഷെയർ what the Lord has laid in your heart.